ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ സൗത്ത് ആഫ്രിക്കയ്ക്ക് 5 വിക്കറ്റിൻ്റെ വിജയം. ടോസ് ലഭിച്ച് ബാറ്റിംഗ് തെരഞ്ഞെടുത്ത സിംബാബ്വെക്ക് സൗത്ത് ആഫ്രിക്കയുടെ കൃത്യതയാർന്ന ബൗളിങ്ങിന് മുന്നിൽ സ്കോർ കണ്ടെത്താൻ നന്നേ പാടുപെടേണ്ടി വന്നു. ഇന്ത്യക്കെതിരെ സെഞ്ചുറി നേടിയ ബ്രയാൻ ബെന്നറ്റ് 15 റൺസിന് പുറത്തായി. സിംബാബ്വെയുടെ 3 വിക്കറ്റുകൾ തുടക്കത്തിൽ തന്നെ നഷ്ടമാകുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരുപക്ഷെ പാടെ തകർന്നു പോകുമായിരുന്ന സിംബാബ്വെയെ 153 എന്ന ഭേദപ്പെട്ട സ്കോറിലേക്ക് നയിച്ചത് അവരുടെ ക്യാപ്റ്റൻ സിക്കന്ദർ റാസയുടെ ബാറ്റിംഗ് പ്രകടനം തന്നെയാണ്. 43 പന്തുകൾ നേരിട്ട് 73 റൺസാണ് സിക്കന്ദർ റാസ നേടിയത്. 4 സിക്സുകളും 8 ഫോറുകളും ആ ഇന്നിംഗ്സിൽ അടങ്ങിയിരുന്നു. 20 പന്തിൽ 26 റൺസ് എടുത്ത ക്ലൈവ് മഡാൻഡയുടെ വാലറ്റത്തെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. 154 എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റിങ്ങിനിറങ്ങിയ സൗത്ത് ആഫ്രിക്കയ്ക്കും തുടക്കം അത്ര മികച്ചതായിരുന്നില്ല. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അത്യുജ്വല ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച സിക്കന്ദർ റാസയായിരുന്നു ബൗളിങ്ങിൽ നിന്ന് ഓപ്പൺ ചെയ്യാനെത്തിയത്. ഓപ്പൺ ബൗളറായെത്തി ആദ്യ ഓവറിൽ തന്നെ ഡിക്കോക്കിൻ്റെ വിക്കറ്റ് നേടിക്കൊണ്ട് സൗത്ത് ആഫ്രിക്കയെ ഞെട്ടിച്ചു കളഞ്ഞു. അവിടെയും സിക്കന്ദർ റാസ തൻ്റെ പോരാട്ടം നിർത്തിയില്ല. തൻ്റെ 2ാം ഓവർ ബൗൾ ചെയ്യാനെത്തി സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ ഐഡൻ മർക്കറത്തെയും പവലിനേക്ക് മടക്കിയാണ് 2ാം ഓവർ എറിഞ്ഞു തീർത്തത്. 18 പന്തിൽ 42 റൺസ് എടുത്ത ഡെവാൾഡ് ബ്രവിസിനെയും ക്യാപ്റ്റൻ സിക്കന്ദർ റാസ തന്നെയാണ് മടക്കിയത്. 4 ഓവർ ബൗൾ ചെയ്ത് 29 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 മുൻനിര വിക്കറ്റുകളാണ് സിക്കന്ദർ റാസ ഇന്ന് നേടിയെടുത്തത്. ബാറ്റിങ്ങിൽ 73 റൺസും ബൗളിങ്ങിൽ 3 വിക്കറ്റും എടുത്ത സിക്കന്ദർ റാസ തന്നെയാണ് കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതും. തുടക്കത്തിൽ തന്നെ സൗത്ത് ആഫ്രിക്കയുടെ 3 വിക്കറ്റുകൾ നേടിക്കൊണ്ട് ഒന്ന് വിറപ്പിച്ചെങ്കിലും റയാൻ റിക്കൾട്ടിൻ്റെയും ഡിവാൾഡ് ഡേവിസിൻ്റെയും ഡേവിഡ് മില്ലറിൻ്റെയും ജോർജ് ലിൻഡയുടെയും ഇന്നിംഗ്സുകളാണ് സൗത്ത് ആഫ്രിക്കയെ 5 വിക്കറ്റ് വിജയത്തിലേക്ക് നയിച്ചത്. ആദ്യമേ സെമി ഉറപ്പായിരുന്ന സൗത്ത് ആഫ്രിക്ക ഇന്നത്തെ വിജയത്തോടെ 6 പോയിന്റോടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് സെമിയിലേക്ക് മുന്നേറുന്നത്. സെമിയിൽ എതിരാളികൾ ന്യൂസിലൻഡാണ്. ശ്രീലങ്കയെ പോലെ തന്നെ സിംബാബ്വെയും പോയിന്റൊന്നും നേടാതെയാണ് മടങ്ങുന്നത്. ഗ്രൂപ്പ് തല മത്സരത്തിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിക്കൊണ്ടായിരുന്നു സിംബാബ്വെ സൂപ്പർ 8ലേക്ക് പ്രവേശിച്ചത്. പക്ഷേ ആ ഒരു പ്രകടനം പിന്നീട് അവർക്ക് ആവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്പമെങ്കിലും ഭേദപ്പെട്ട പ്രകടനം നടത്തിയത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഗുഡ് ബൈ.